ഹായ് ഗായ്സ്, ആര്യ ഹിയർ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഡേ ആയിട്ട് വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ, ബാ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിലും ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചിക്കനിലേക്ക് ഈ ഒരു പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ സാധാരണ പേസ്റ്റായിട്ട് ഇടുക. നമ്മൾ പച്ചമുളകും കൂടി അതിലോട്ട് ചേർക്കും. അപ്പോൾ ഇത് അതിൻ്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന തക്കാളിയൊക്കെ അരിഞ്ഞ് വയ്ക്കാം. ഉള്ളി അമ്മ നേരത്തെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി അരിയുമ്പോൾ നേർങ്ങനെ അരിയണം, എന്നാലേ വേഗം വഴണ്ടി കിട്ടുള്ളൂ എന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അരിയുമ്പോൾ എപ്പോഴും തടിപ്പിലാണ് കേട്ടോ അരിഞ്ഞ് വരിക. അതുകൊണ്ട് അമ്മ മുന്നേ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തക്കാളിയും ഈ ഒരു പേസ്റ്റ് ആക്കാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ. ഇതാട്ടോ അമ്മ നേർങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 തക്കാളിയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞ് വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നേർങ്ങനെ അരിഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് വേഗം വാടി കിട്ടും കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ വേഗം വഴണ്ട് വന്നോളും. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തക്കാളി ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം കുറച്ച് പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് പേസ്റ്റ് ആവും കേട്ടോ, എന്നാലേ നമ്മൾ ചിക്കൻ ചേർക്കുള്ളൂ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേ നമ്മൾ ഇടത്തുള്ളൂ. അപ്പോൾ അതാ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ തന്നാലെ വെള്ളം വരും കേട്ടോ. കണ്ടോ, നമ്മൾ അടപ്പൊക്കെ തുറന്നപ്പോൾ നന്നായിട്ട് അതിൽ വെള്ളം വന്നിട്ടുണ്ട്. വേറെ വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. അപ്പോൾ അതാ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അമ്മതേ അപ്പുറത്ത് ചോറ് വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്, നെയ്ച്ചോറ് വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ചിക്കനിൽ. പിന്നെ നമ്മൾ പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഓൾറെഡി സാലഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കക്കിരിക്കയും ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സാലഡൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വിട്ട് നിൽക്കുന്ന പോലെ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറ് സെറ്റായി. ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും 1 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ചോറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ സെറ്റായി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴാണ് അമ്മയുടെ കുടുക്ക പൊട്ടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടുക്ക പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഫുള്ളായിട്ട് ഇടാം. ഞാൻ കുറച്ച് ഭാഗം എടുത്ത് വെച്ചാൽ കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു റെഡിയായി. ഇപ്പോൾ ഒന്ന് ടൗണിൽ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ടൗണിൽ പോയിട്ട് വരാം. ഞാനും അമ്മയാട്ടോ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ അവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നേരെ ബസ് കയറി. കണ്ണൂർക്കാർക്ക് ഈ ഒരു സ്ഥലം നല്ല പരിചയം ഉണ്ടാവും. നമ്മുടെ ഫുട്പാത്തിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു വഴിയാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.